എല്ലാവർക്കും നമസ്കാരം. ചക്കീസ് ടൈലറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പ്ലെയിൻ നൈറ്റി തുണിയാണ്. ഇതിൽ ചെറിയൊരു ഡിസൈൻ വർക്കൊക്കെ നമുക്ക് ചെയ്ത് ഇതിനെ നല്ല ഭംഗിയുള്ളൊരു നൈറ്റി ആക്കി തീർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണാം. ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളൊരു തേര് വശം, അതായത് നൈറ്റിയുടെ തേര് ഭാഗത്തു നിന്നും ഇതുപോലെ ഒരു 3 പീസ് എടുത്ത് റിബണാക്കി എടുത്തിട്ടുണ്ട്. അത് 3 പീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 16-17 ഇഞ്ചിൽ നമുക്ക് കിട്ടും. അതൊരു 16 ഇഞ്ച് നീളത്തിലൊക്കെ ഉള്ള 3 പീസുകളാണിത്. അറ്റാച്ച് ചെയ്തേക്കണത് നമുക്ക് കാണാം. 3 പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന വെള്ള നൂലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഈ തേര് ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനത് തേര് ഭാഗത്താണ് ഡിസൈൻ കൊടുക്കുന്നത്, മുറിഞ്ഞ ഭാഗത്തല്ല. ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വെള്ള നൂലിൻ്റെ ഡിസൈൻ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോക്കറ്റും ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഷോൾഡറിൽ നിന്നും താഴേക്ക് ഒരു 20 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ 20 ഇഞ്ചിൽ നമുക്ക് പോക്കറ്റിൻ്റെ എൻഡ് ഭാഗമാണ് വരണ്ടേ. നമ്മൾ താഴേക്ക് വേറൊരു ഡിസൈനിൽ ചെയ്യുവാണ്. നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് വെച്ച റിബൺ ഈ ഒരു രീതിക്ക് മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. നെക്ക് ഭാഗത്തിൻ്റെ ചീത്തവശം, അതായത് ഉള്ളുവശത്ത് നമ്മൾ ക്രോസ് പീസാണ് ഈ റിബണാക്കി വെച്ചിരിക്കുന്നത്. ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തെല്ലാം വെട്ടിട്ട് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇത് നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ റിബൺ ഉണ്ടല്ലോ, ഇതും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട്.